നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം. അതായിരിക്കണം നമ്മളെ പോളിസി. കാരണം വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാലത്ത് ഒരു സെക്കൻഡറി ഇൻകം ഇല്ലാതെ ജീവിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിക്ക് നമ്മളെ എക്സ്പെൻസ് ഒക്കെ കൂടിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. പണത്തിന് വാല്യൂ ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം എന്തെങ്കിലും നല്ല റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്കിലോ ഗോൾഡിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്നുമില്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. നമ്മളെ കയ്യിലുള്ള വണ്ടി ഒന്നെങ്കിൽ ടാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ മഹീന്ദ്ര ആയിരിക്കും, അല്ലെങ്കിൽ മാരുതി ആയിരിക്കും. മാരുതി തന്നെ വെച്ചോ. നമ്മൾ എന്തുകൊണ്ടാണ് മാരുതി ചൂസ് ചെയ്തത്? ഇത്രയൊക്കെ വണ്ടി ഇത്രയൊക്കെ കമ്പനിക്ക് ഉണ്ടായിട്ട് നമ്മുടെ കയ്യിലുള്ളത് മാരുതിയുടെ വണ്ടിയായിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് ആ ഒരു കമ്പനീനോടും ആ ഒരു വണ്ടിയോടും ഉണ്ടാവും. അതന്നെ നമ്മൾ നമ്മളെ പൈസ ആ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം വെച്ചാൽ നമ്മൾ ആ കമ്പനിയെ ട്രസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ വാറും കാര്യങ്ങളും കുറേ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പക്ഷെ എല്ലാ സ്റ്റോക്സും ഒട്ടുമിക്ക നല്ല സ്റ്റോക്സും ഒക്കെ നല്ല ഡൗണിലാണുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെ നോക്കിയാൽ മതി. നെസ്ലെ, ബ്രിട്ടാനിയ, അങ്ങനെ ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ടാവും. ഞാൻ മാരുതി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇത് എവിടുന്ന് തുടങ്ങണം, ഇതിനെ പറ്റിയിട്ട് നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു ബേസിക് നോളജ് വരെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.